എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതാണ്. കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചത് ഉണ്ടായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിലുള്ളതാണിത്. 2025 എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ 2-3 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിലൊരു രീതിയാണിത്. എന്തോ ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ എനിക്ക് തോന്നാറുണ്ട്. മറ്റേതും എളുപ്പം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ടേസ്റ്റിന് അതേപോലെ ഒന്നും അധികം വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റ് എല്ലാം തന്നെ നന്നായിരിക്കാറുണ്ട്. 400 ഗ്രാം പനീർ വെച്ചിട്ടാണ് ഇവിടെ ഇതുണ്ടാക്കുന്നത്. 2 മീഡിയം സൈസ് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലുതാക്കി മുറിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. 10-12 അണ്ടിപ്പരിപ്പ്, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 5-6 ഉണക്കമുളക്. അത് കാശ്മീരി മുളകാണ് ചേർക്കുന്നതെങ്കിൽ മാത്രമേ 5-6 എണ്ണമൊക്കെ ചേർക്കാവൂ. ഇവിടെ ഇപ്പോൾ കാശ്മീരി മുളകല്ല എടുത്തിട്ടുള്ളത്, സാധാരണ മുളകാണ്. പിന്നീട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് ചേർക്കുന്നത് അതിനൊരു പ്രത്യേക കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുക. എപ്പോഴും തക്കാളി നമ്മളിങ്ങനെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം 4 ഭാഗത്തും. അത് തൊലി എടുത്ത് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വേറെ രീതിയിലും ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് ഈ സാധനങ്ങളെല്ലാം കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അരച്ചുണ്ടാക്കുന്ന രീതിയാണ്. അതിന് പകരമായിട്ട് ഇവിടെ ഇപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചെടുത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ചെടുത്ത ശേഷം തക്കാളി ഇതുപോലെ തൊലി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ ചൂടിൽ തന്നെ അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയ ശേഷമാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ആദ്യം എടുത്ത വലിയുള്ളി അല്ലാണ്ട് ഒരു വലിയുള്ളി കൂടെ ഇതിനകത്തേക്ക് ആവശ്യമുണ്ട്. പനീർ വെച്ച് എന്തുണ്ടാക്കുകയാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. എപ്പോഴും അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് ഒന്ന് മുരിച്ചെടുത്തിട്ടാണ് പനീർ കറിയിലേക്ക് ഇടാറുള്ളത്. മുരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് മുരിച്ചൊന്നും എടുക്കില്ല, ചെറുതായി അപ്പുറവും ഇപ്പുറവും ഒന്ന് ചോപ്പിച്ചെടുക്കും. ഇനി ഒരു വലിയുള്ളി എടുത്തിട്ട് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇവിടെ ഇപ്പോൾ ചോപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം. ഇതിലിപ്പം ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ, സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടില്ല. ബട്ടർ ചൂടായ ശേഷം അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകമല്ല, നല്ല ജീരകമാണ് ചേർക്കേണ്ടത്. ജീരകം ഇങ്ങനെ ഇട്ട് പൊട്ടിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ജീരക പൊടി ഇട്ടാൽ മതി. ജീരകം പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് 2 നുള്ള് മേത്തി ലീഫ് ഇട്ട് കൊടുക്കാം. മേത്തി ലീഫ് എന്ന് പറയുന്നത് ഉണക്ക ഉലുവയില. ഉണക്ക ഉലുവയില വാങ്ങിയ ശേഷം നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമുക്ക് പൊടിച്ചിട്ട് ഇടാനും പറ്റും. കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇവിടെ ചില സമയത്ത് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്ടുള്ളത് പൊടിച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ കൈകൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റും ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ. മേത്തി ലീഫും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വലിയുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതൊന്ന് കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അത് വീണ്ടും തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. 5-10 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെക്കാം. പിന്നെ നമ്മൾ വേവിച്ചെടുത്തത് കാരണം അധികം ഒരു പച്ച ചോയൊന്നും ഉണ്ടാവില്ല. എന്നാലും അത് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് അതിനകത്തെ വെള്ളമൊക്കെ കുറേ വറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, വേവിച്ച് അരയ്ക്കുന്ന സമയത്ത് പട്ട ഗ്രാമ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ഇനിയും ഗരം മസാല വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കളർ ഒന്നും കൂടെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്താണ് ഉപ്പിട്ടിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 തൊട്ട് 3/4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം പനീരും ചേർത്ത് കൊടുക്കാം. പനീരിട്ട ശേഷം അതിനകത്തേക്ക് മധുരം പിന്നെയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം. കറി കൂടുതൽ കട്ടിയായിട്ടുള്ളതെങ്കിൽ അതിനകത്തേക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. അതും തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം വീണ്ടും തിളപ്പിക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം.
പനീർ ഇങ്ങനെ ഇട്ടുന്ന സമയത്ത് അതിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലെടുത്ത് അതിനകത്തേക്ക് പനീരിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇട്ടാൽ മതി. പനീർ നന്നായിട്ട് ആയി വന്ന ശേഷം അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഉലുവയില ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ അവസാനമായിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം. അതും കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ടിടുകയാണെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കറിയിൽ മൊത്തം അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ കുറച്ച് ബട്ടറും ചേർക്കാം. ബട്ടറിൻ്റെ സ്വാദ് കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത്രയും ബട്ടർ ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. അതുപോലെ ഇതിനകത്ത് ഫ്രഷ് ക്രീം ചേർക്കും. പിന്നെ കൂടുതലും ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ ഫ്രഷ് ക്രീമൊന്നും ചേർക്കാറില്ല. 5-6 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് മല്ലിയിലൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട്, അതായത് അത് തിളപ്പിക്കുന്നതിന് മുമ്പായിട്ട് അരച്ചിട്ട് അത് ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. ആദ്യം 10-12 അണ്ടിപ്പരിപ്പ് അരച്ചത് കാരണം ഇതിലേക്ക് പിന്നെ ചേർക്കാണ്ടാണ്. വീഡിയോയിലുള്ളതുപോലെയല്ല നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പറ്റും. ഇതിൽ ചെയ്തതുപോലെ ഉള്ളിയൊക്കെ വേവിച്ചെടുത്തിട്ട് അരച്ചുണ്ടാക്കുന്ന സമയത്താണ് എനിക്ക് ഒന്നുകൂടെ എളുപ്പം തോന്നുന്നത്. ഇത് മൺചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഓഫ് ചെയ്ത ശേഷം ഇങ്ങനെ തിളച്ച് കാണുന്നത്. ഉപയോഗിക്കാൻ നോക്കുന്ന സമയത്ത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.